നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗ പ്രസിഡന്റ് ഹാവിയർ ടെബാസ് ലീഗ് വണ്ണിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പുച്ഛഭാവത്തിലാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. ഈവൻ പ്രീമിയർ ലീഗിനെ പോലും അദ്ദേഹം ലാലിഗയുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട്. എന്നിട്ട് ലാലിഗയിലാണ് ബെറ്റർ താരങ്ങളുള്ളത്, ലാലിഗയുടെ താരങ്ങളാണ് കുറേ കാലമായിട്ട് ബാലൻഡിയോർ ലിസ്റ്റിൽ തലപ്പത്ത് വരുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പിന്നെ ലീഗ് വണ്ണിന് അദ്ദേഹം പുച്ഛിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമേ വേണ്ട. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലാലിഗയിലെ വമ്പന്മാരെ ലീഗ് വണ്ണിലെ ടീമുകൾ തകർക്കുന്ന കാഴ്ചയാണ് ഈ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടത്. ഈ ചാമ്പ്യൻസ് ലീഗ് വേറെ ലെവലാണ്. ഈ ഫോർമാറ്റ് ഇത് വല്ലാത്ത ഒന്നാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതല്ലേ, വമ്പന്മാരെ പണി കൊടുക്കുന്ന കുഞ്ഞൻ ടീമുകളെന്നും വമ്പന്മാർ പറയുന്ന ടീമുകൾ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ലീഗ് വണ്ണിലെ ടീമായ മൊണോക്കോക്കെതിരെ ലാലിഗയിലെ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് അതിൻ്റെ വമ്പിലും ഹുങ്കിലും നിന്നിരുന്ന ടീം, അങ്ങനെ ഫ്രാൻസിൽ പറന്നിറങ്ങിയ ടീം മൊണോക്കോയോട് തോറ്റു. അതെ, ബാഴ്സയുടെ കാര്യമാണ് പറയുന്നത്. 2-1 ബാഴ്സലോണയെ മൊണോക്കോ തോൽപ്പിച്ചത്. അപ്പോൾ ഒരു പക്ഷേ മറുഭാഗത്ത് റയലിൻ്റെ ആരാധകർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാവും. എന്നാൽ റയൽ ടീമിനും പണി കൊടുത്തു ലില്ലി OSC. ഇന്നലെ ലില്ലി OSC ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് റയൽ മാഡ്രിഡിനെ വീഴ്ത്തിക്കളഞ്ഞത്. ചുരുക്കത്തിൽ ലാലിഗയിലെ വമ്പന്മാർക്ക് പണി കൊടുക്കുന്ന ലീഗ് വൺ ടീമുകളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അതിൻ്റെ തുടർച്ച എന്താകുമെന്നുള്ളത് കണ്ടറിയണം. ഇവിടെ ഇപ്പോൾ റിട്ടേൺ ലെഗ് മത്സരമൊന്നുമില്ല, അടുത്ത കളി കാണിച്ചു തരാമെന്ന് പറയാൻ. ഈ പുതിയ സീസണിലെ ലാലിഗ ഫോർമാറ്റിൽ റിട്ടേൺ ലെഗ് ഇല്ല. മൊണോക്കോയുടെ കയ്യിൽ നിന്ന് ബാഴ്സക്ക് കിട്ടിയത് തന്നെ തിരിച്ചു കൊടുക്കാൻ ഇനിയിപ്പോൾ ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവസരമില്ല. അതുപോലെ ലില്ലിയുടെ കയ്യിൽ നിന്ന് റയലിന് കിട്ടിയത് തന്നെ അതവിടെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. തിരിച്ചു കൊടുക്കാൻ ഈ UCL സീസണിൽ ഇനി മാർഗ്ഗമില്ല, റിട്ടേൺ ലെഗില്ല. ഇനിയിപ്പോൾ അതുമാത്രമല്ലേ, ലാലിഗയിലെ മറ്റൊരു വമ്പൻ ടീമാണല്ലോ അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇന്നലെ എന്താ പറ്റിയത്? അത്ലറ്റിക്കോ മാഡ്രിഡിനെ പോർച്ചുഗീസ് ക്ലബ്ബ് ബെൻഫിക്ക വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച് കളഞ്ഞു. 4-0 ഡിയേഗോ സിമിയോണിയുടെ ടീമിനെ അവർ തകർത്തിരിക്കുന്നത്. എന്തായാലും സംഗതി കൊള്ളാം. ഈ UCL സംതിങ് സ്പെഷ്യലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.